ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരുന്നൂർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുന്ന ചന്ദ്രമതി ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. അതിനുശേഷം ശ്രുതിയോട് ചെന്ന് കാലു പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. ശ്രുതി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെടുത്തോട് ചെല്ലുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി പറയും, എൻ്റെ മോനെ നീ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട, നീ ഒരു കള്ളിയാ, നീ പറഞ്ഞതെല്ലാം കള്ളത്തരവാ, നീ വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ മോനെ പറ്റിക്കാൻ ശ്രമിക്കുമല്ലോ, നിനക്കിനി ഈ വീട്ടിലോ എൻ്റെ മകൻ്റെ ജീവിതത്തിലോ യാതൊരു സ്ഥാനവും ഇല്ല, ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുകയാണ്. ആ സമയത്ത് രേവതിയുടെ അടുത്തൊക്കെ ചെന്ന് അപേക്ഷിക്കുകയാണ്, രേവതി എനിക്കൊരു അബദ്ധം പറ്റുന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് രവീന്ദ്രനും പറയുന്നുണ്ട്, നീ രേവതി മോളെയും എന്നും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തിയും കളിയാക്കുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ നീ ഓരോന്നും പറഞ്ഞ് ഓരോന്നും കണ്ടും കേട്ടും രസിച്ച് നിന്നെയായിരുന്നു. 10 പൈസ കയ്യില്ലാത്ത നീ രേവതി മോളെ ചന്ദ്രമതി കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിച്ച് നിന്നെയായിരുന്നു. എന്നിട്ട് ഇനി നിന്നെ രേവതി മോളെ രക്ഷിക്കണം ഇല്ലേ, ഇറങ്ങിപ്പോകും, നീ ഒരു കള്ളിയാന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനും കൈവിടുകയാണ്. അങ്ങനെ ഗേറ്റിന് പുറത്താക്കിയാണ്. അങ്ങനെ ചെല്ലുന്ന ശ്രുതി നേരെ ചെന്ന് കയറുന്നത് മീരയുടെ വീട്ടിലോട്ടാണ്. മീരയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ രൂപമൊക്കെ കാണുന്ന മീരയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുന്നു, എൻ്റെ കള്ളത്തരങ്ങളെല്ലാം വീട്ടിലറിഞ്ഞു, എന്നെ ആൻറ്റി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയും. പുറത്താക്കിയെന്ന് നോക്കുമ്പം പറയുന്നു, ബീരാനല്ല എൻ്റെ ഇളയച്ചൻ എന്നുള്ള കാര്യം സത്യം എല്ലാവരും അറിയാൻ ചോദിക്കും. ബീരാൻ ഞാനിന്ന് കല്യാണത്തിന് പോയ അശോകൻ അങ്കിളിൻ്റെ മകളുടെ അമ്മാവനാണെന്നുള്ള കാര്യമൊക്കെ സച്ചിൻ രേവതിയും വീട്ടിൽ വന്ന് പറഞ്ഞു, തെളിവ് സഹിതം എന്നെ കൈയോടെ പിടികൂടിയെന്നൊക്കെ പറയും. ആ സമയത്ത് മീര പറയുന്നുണ്ട്, ഇതല്ലേ ശ്രുതി ഞാൻ എന്നും പറയുന്നത്, കള്ളത്തരം ഒരുപാട് നാളൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല, എന്നായാലും അത് മറന്നേക്ക് പുറത്ത് വരുമെന്നുള്ളത്. അതിനുശേഷം പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും നീ മുമ്പൊരു വിവാഹം കഴിച്ച കാര്യമാണ് അവരറിഞ്ഞു. ഇല്ല, അതും കൂടി അറിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എൻ്റെ തലയ്ക്ക് കുത്തിപ്പിടിച്ച് ആൻറ്റി പുറത്ത് ആക്കിയെന്നേ ഉള്ളൂ. അതും കൂടി അറിഞ്ഞാൽ ആൻറ്റീൻ്റെ തല തന്നെ വെട്ടിക്കളയുമെന്ന് പറയും. പക്ഷേ എനിക്ക് ശ്രുതിയായിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ ആഗ്രഹിച്ച് നേടിയെടുത്ത ജീവിതമായത്, ഒരുപാട് കള്ളത്തരത്തിൻ്റെ പുറത്ത് കിട്ടിയ ജീവിതമാണ്, എനിക്ക് ശ്രുതിയെ കൈവിട്ട് കളയാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഞാൻ ശ്രുതിയുടെ കൂടെ തിരിച്ച് പോയി ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശ്രുതി, നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം നീ എങ്ങനെ തിരിച്ച് കയറുമെന്ന്. ആൻറ്റി എന്നെ പുറത്താക്കിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അങ്കിളിന് ഒരിക്കലും എന്നെ നിരപരാധിക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അങ്കിളിന് എല്ലാ മക്കളും മരുമക്കളും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്, ഏത് വിധേനെ ഞാൻ തിരിച്ച് കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മീര ശ്രുതിക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നീ എന്തായാലും ആഹാരമൊക്കെ കഴിക്കും, പെട്ടെന്ന് എന്തായാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ നേരെ ചെല്ലുന്നത് ബാമാനിയുടെ വീട്ടിലോട്ടാണ്. ബാമയുടെ വീട്ടിലോട്ട് ചെന്നിട്ട് ബാമടുത്ത് പറയുന്നുണ്ട്, നീയാണ് അവളെ എനിക്ക് കാണിച്ചു തന്നതും എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനൊക്കെ കാരണക്കാരിയായത്, നീ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ബാമയോട് പറയുന്നുണ്ട്. അപ്പോൾ ബാമ പറയും, ഞാൻ പറഞ്ഞോ നിൻ്റെ മകന് വേണ്ടി എൻ്റെ ശ്രുതിയെ വിവാഹം ആലോചിക്കാൻ, അങ്ങനല്ലല്ലോ, അവളെനിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുമായിരുന്നു, അങ്ങനെ ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തിയത്, പക്ഷേ അവളെ നിൻ്റെ മകന് വേണ്ടി നീയാണ് കല്യാണം ആലോചിച്ചത്, നിൻ്റെ പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് അവൾ നിന്നെ കളിപ്പിച്ചാണ്, അവൾ മലേഷ്യക്കാരിയാണെന്നും വലിയ കോടീശ്വരിയാണെന്നും അവൾ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു, നീയും നിൻ്റെ മകനും ആ കെണിയിൽ വീണുപോയി, അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാനൊരിക്കലും ശ്രുതിയെ നിൻ്റെ മകന് വേണ്ടി വിവാഹം ആലോചിക്കാൻ പറഞ്ഞിട്ടില്ല, അവനെ പരിചയപ്പെടുത്തിയത് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളതെന്നൊക്കെ പറയും. അത് എല്ലാത്തിനും കാരണം അവളെ ഞാൻ എന്തോരം തലയിലേക്കേറ്റി വെച്ചത്, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട് ലോൺ വെച്ച് പോലും അവൾക്ക് പൈസ കൊടുത്ത് അവൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി, അവസാനം അവൾ എൻ്റെ പേരിലിട്ടിരുന്ന ചന്ദ്രമതി ബ്യൂട്ടി പാർലർ പേര് മാറ്റി അവൾ വേറൊരു പേരിട്ട്, അത് ഞാൻ ക്ഷമിച്ചു, നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ തിരികെ മേടിച്ച കാര്യം അവൾ മറച്ചു വെച്ചു, അത് ഞാൻ ക്ഷമിച്ച് അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോയി. അതിനുശേഷം അവൾ പിന്നെയും കള്ളത്തരങ്ങൾ മാത്രമേ പറയുന്നതെന്ന് പറയും, ഇനി ഒരു കാരണവശാലും അവളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറ്റത്തില്ലെന്ന് പറയും. ചന്ദ്ര, അങ്ങനെ നിനക്ക് അവളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, നിൻ്റെ മകൻ്റെ ഭാര്യയാണ് അവൾ, ആ കാര്യം മറന്നു പോലെന്ന് പറയും. മകൻ്റെ ഭാര്യയോ, എൻ്റെ മകൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ എൻ്റെ മകൻ നീ സത്യങ്ങളല്ല ഈ കള്ളത്തരങ്ങളെല്ലാം മറച്ചു വെക്കുമായിരുന്നോ, അവളെ ഇനി എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടെന്നല്ല ഒരു പെണ്ണായിട്ട് പോലും എനിക്ക് കാണാൻ കഴിയത്തില്ലെന്ന് പറയും. അല്ല അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രവിയേട്ടൻ അവളടുത്ത് പോയി സംസാരിക്കാൻ പറയും, അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, നിനക്ക് ഞാൻ ഇങ്ങോട്ട് വന്നൊരു ബുദ്ധിമുട്ടായെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോളാം, അങ്ങനെയാണോ ചന്ദ്രൻ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല പ്രവർത്തിക്കത്തുമില്ല, പക്ഷേ നീ ഇത്രയും ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം കൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും രവിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും അല്ല പണക്കാർ, നമ്മുടെ ശ്രീകാന്ത് കൂട്ടിക്കൊണ്ടുവന്ന വർഷയാണ് ശരിക്കുള്ള മരുമകളെന്ന് പറയും, കോടീശ്വരിയായ മരുമകൾ. അവൾ വലിയ പണക്കാരിയാണെന്ന് കരുതി അവൾ എനിക്കൊരു മര്യാദയും തരാതെ സംസാരിക്കുന്നതും പെരുമാറുന്നത്, അവളെ ഞാൻ എങ്ങനെ എൻ്റെ മരുമകളായിട്ട്, ഞാൻ ഒരിക്കലും അവളെ എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും, അവളൊരു അഹങ്കാരിയാണെന്ന് പറയും, പക്ഷേ ഞാൻ എൻ്റെ മരുമകളെ പോലെ തലയ്ക്ക് വെച്ചത് ശ്രുതിയാണ്, അവളെ എന്നോട് ചതി കാണിച്ചത്, എനിക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല ഭാമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയും, നീ ഒന്ന് തണുക്ക് പാമേ, നീ ആദ്യം ഒന്ന് ക്ഷമിക്ക് ചന്ദ്രൻ, നീ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിക്കുക, എനിക്ക് ഒരു സാധനവും വേണ്ട, എനിക്ക് പിന്നെ ദേഷ്യം കൂടി വരുവാന്ന് പറയും, അവിടെ ഇരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. എങ്കിൽ ശരി, നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഒന്ന് തണുപ്പിക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ സച്ചിയുടെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ശ്രുതി അവിടുന്ന് കരയുവാണ്. ആ സമയത്താണ് സച്ചിയും രേവതി അങ്ങോട്ട് വരുന്നത്. സച്ചി അടുത്തോട് ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതി സച്ചിയുടെ തോളിൽ ചാഞ്ഞു കിടന്നാൽ കരയുവാണ്. എന്തെങ്കിലുമൊക്കെ സംസാരവും വഴക്കവും ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും ഒന്നാവുന്നൊരവസ്ഥയാണ്. അതിനുശേഷം സച്ചി ശ്രുതിയെ ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രേവതിയും സച്ചിയും കൂടി സംസാരിക്കുകയാണ്. എന്തായാലും അവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നമ്മളാരും സ്വപ്നം പോലും കരുതിയതല്ല. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നെ മുന്നേ പറഞ്ഞിട്ടില്ലേ രേവതി അവളൊരു കള്ളിയാണെന്ന്. എനിക്ക് അവളെ മുമ്പേ സംശയം ഉണ്ടായിരുന്നു. അവളുടെ ഓരോ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം അവൾ കാണിക്കുന്നത് കള്ളത്തരമാണ്. കാരണം അവളൊരു കോടീശ്വരിയാണ്, മലേഷ്യക്കാരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യം അവളുടെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ താലിമാറ്റ് കോർവൽ ചടങ്ങലിന് അച്ഛൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അച്ഛൻ എയർപോർട്ടിൽ നിന്ന് അച്ഛനങ്ങ് തിരിച്ചുപോയി. പിന്നെ അതിനുശേഷം ഇളയച്ചൻ വരുന്നു. അതിനുശേഷം പിന്നെ അച്ഛൻ ജയിലാണെന്ന് പറയാനായിട്ട് ഇളയച്ചൻ വരുന്നു. പിന്നെ മലേഷ്യയിൽ നിന്ന് എനിക്ക് പരിചയമുള്ള 2 ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൾക്ക് പല്ലുവേദനയെന്ന് പറഞ്ഞ് അവൾ അഭിനയിക്കുന്നുണ്ട്. ഉടനെ അവൾക്ക് പല്ലെടുക്കാനായിട്ട് പോകുന്നു. പിന്നെ സംസാരിക്കാൻ പറ്റാതാവുന്നു. അന്ന് അവർ വന്നപ്പോൾ അവൾ സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ അവൾ മലേഷ്യയിൽ എവിടെ അവളുടെ അച്ഛനെക്കുറിച്ചല്ല അവർ ചോദിക്കുന്നത്. അത് അറിഞ്ഞിട്ട് മനഃപൂർവ്വം അവളന്ന് പല്ലുവേദന അഭിനയിച്ചെന്നൊക്കെ പറയും. രേവതി പറയും അത് ശരിയാണ്, അവളൊരു കള്ളം മറയ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ വർഷ ആരാ മോള്, വർഷ പോയി പല്ലെടുപ്പിച്ചുകൊണ്ട് വന്നെന്ന് പറയും. ഇനിയും അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും സംശയമുണ്ടെന്ന് പറയും. ഉടനെ പറയും ഇതിനെല്ലാം കാരണം ശ്രുതിയാന്ന് പറയും. ശ്രുതിയോ? അതിന് അദ്ദേഹം എന്ത് ചെയ്തു? നിങ്ങളുടെ ചേട്ടൻ അറിയത്തില്ലായിരുന്നല്ലോ അവൾ പണക്കാരിയല്ലെന്നുള്ള കാര്യമൊന്നും. പക്ഷെ അറിയത്തില്ലായിരുന്നു രേവതി. പക്ഷേ അവന് പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ അവൾ മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനത് വിശ്വസിച്ചത്. ഒരുപക്ഷെ അവൻ അത്രയും പണത്തിനോടും സ്വത്തിനോടും ആർത്തിയില്ലാത്തൊരുത്തനായിരുന്നുണ്ടെങ്കിൽ അവളെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ചിട്ട് ഈ കല്യാണം നടക്കത്തുള്ളായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവൻ ഇങ്ങോട്ട് ചതി പറ്റുമായിരുന്നു എന്നൊക്കെ പറയും. രേവതി പറയും അത് ശരിയാണ്. അല്ല ഇത്രയും നേരമായിട്ടും നിങ്ങളുടെ ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറയും. അവൻ മദ്യപിച്ച് ഏതെങ്കിലും ബാറിൽ ഇരിക്കുമെന്ന് പറയും. മദ്യപിക്കുമോ? അവനങ്ങനെ ഒരു ശീലമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ മദ്യപിക്കാതിരിക്കുന്നതെന്ന് പറയും. സച്ചിയുടെ വാക്കൊട്ടും തെറ്റിയില്ല. സച്ചി സൂക്ഷ്മം പോലെ ബാറിൽ തന്നെ പോയിരിക്കുകയാണ്. കൂടെ ശ്രുതിയുടെ കൂട്ടുകാരനായ ആനന്ദുണ്ട്. ആനന്ദിൻ്റെ കൂട്ടിൽ നിന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്ന മൊത്തം എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു, അവളെ ഞാൻ അങ്ങനല്ല കരുതിയത്, എൻ്റെ ജീവനായിരുന്നു ശ്രുതി, അവൾ മലേഷ്യയിലുള്ള കോടീശ്വരിയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു, അവളുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് അവസാനം അവൾ ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ചത് ഒരു ഇറച്ചിവെട്ടുകാരനെ ആയിരുന്നു, അയാൾ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കിടന്ന് കരച്ചിലും മദ്യപാനവും ബഹളം അങ്ങ്. ആ സമയത്ത് നമ്മുടെ ആനന്ദം പറയും, എടാ എന്തായാലും നിനക്ക് ചതി പറ്റി, ഇനി നീ അത് പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ആനന്ദം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയാണ്. ആ സമയത്ത് ബാറിലിരിക്കുന്ന എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. കാരണം ഇയാൾ കുടിച്ചില്ല ഒരു കളിയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ സംസാരമൊക്കെയാണ്. ആ സമയത്ത് എല്ലാവരും ചോദിക്കും എന്ത് പറ്റി? അത് ഇവൻ്റെ ഭാര്യ ഇവനെ ചതിക്കുകയോ, അവൾ വലിയ കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് അവസാനം അവളൊരു പിച്ചക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ഒരു സമയം ആനന്ദം പറയടാ മതി, നീ ഇപ്പം തന്നെ ഓവറായിട്ട് കുടിച്ചിട്ടുണ്ട്, ബാ നമുക്ക് വീട്ടിൽ പോകുന്നത്. വേണ്ട, എനിക്ക് എല്ലാവരോടും എല്ലാം നടന്ന് പറയണം, എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മതി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദൻ എങ്ങനെയെങ്കിലും ആ ബാറിൽ നിന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. മദ്യപിച്ച് ബോധമില്ലാതാണ് ശ്രുതി വീട്ടിലോട്ട് കയറി വരുന്നത്. അതിനുശേഷം വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി ഇല്ല, ചന്ദ്രമതി അങ്ങ് ബാമയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അതേ സമയത്ത് രേവതി ചന്ദ്രമതിയെ കാണാത്തതുകൊണ്ട് തന്നെ ബാമയെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് ബാമയുടെ ചോദിക്കും, ആൻറ്റി അമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ ഉണ്ട് രേവതി. അല്ല അമ്മ ഇവിടുന്ന് പോയിട്ട് കുറേ സമയമായി, ഇതുവരെ അമ്മ വന്നിട്ടില്ല, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ശ്രുതിയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്, എന്നെ ഇവിടെ നിർത്തി തിന്നില്ലെന്നേ ഉള്ളൂ, അവൾ അത്മാതിരി ദേഷ്യത്തിലാണ് വന്നത്. ഇവിടെ അദ്ദേഹം കണ്ടു ശ്രുതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ശ്രുതിയെ കൊണ്ട് പുറത്ത് വലിച്ചെറിയുന്ന രീതിയിലാണ് പെരുമാറിയെന്ന് പറയും. എന്നാലും അവൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ ഒരു കള്ളം പറയാൻ? അവൾ മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാണെന്ന്. അവളിവിടെ എനിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന സമയത്ത് ഞാനാണ് അവളെ ചന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടായിരിക്കും അവൾ ബുദ്ധിപൂർവ്വം ഒരു ഡ്രാമ കളിച്ചത്. അവൾ പണക്കാരിയാണ്, മലേഷ്യക്കാരി എന്നൊക്കെ. ആ കെണിയിൽ അവളും അവളെ മോനും വീണെന്ന് പറയും. ഇവിടെ സച്ചേട്ടനും അവളെക്കുറിച്ച് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു ആൻറ്റി, ആ സംശയം ഇപ്പം ഞങ്ങൾ ഉറപ്പിച്ചതെന്ന് പറയും. പക്ഷേ ഇപ്പോഴും ചന്ദ്രയുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല. അവളെ ഒരു കാരണവശാലും വീട്ടിലോട്ട് കേട്ടത്തില്ലെന്നാണ് പറയുന്നതെന്ന് പറയും. അത് ശരി, എന്തൊക്കെ പറഞ്ഞാലും അവൾ ശ്രുതിയുടെ ഭാര്യയില്ലേ, ഈ ഒരു സമയത്ത് അവളെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിക്കും. അച്ഛനും പറഞ്ഞു ശ്രുതിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, സംസാരിച്ചതിന് ശേഷം അവളെ പറഞ്ഞു വിട്ടാൽ മതിയെന്ന്. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ലെന്ന് പറയും. അവൾ സമ്മതിക്കത്തില്ല, അവൾക്ക് നല്ല ദേഷ്യത്തിലാണ്. അവൾ പറയുന്നുണ്ട് ഞാൻ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശ്രുതിയാണെന്നുള്ളത്. അത് ശരി, അവളെപ്പോഴും നിന്നെ തഴഞ്ഞിട്ട് ശ്രുതിയെ
വലിയ പുകഴ്ത്തലല്ലായിരുന്നു. മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാന്ന് പറഞ്ഞു എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തും. പിന്നെ വർഷയെ അവൾ മരുമകളായിട്ട് കണ്ടിട്ട് പോലുമില്ല. അവൾ വലിയ പണക്കാരിയാണ്, അവൾ എനിക്കൊരു ബഹുമാനം തരുന്നതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വർഷയോട് ശരി നീരസം അവൾക്കുണ്ട്. പക്ഷേ ശ്രുതിയോട് അവൾക്ക് അങ്ങനെ ആയിരുന്നില്ല. അവൾ പല തെറ്റുകൾ ചെയ്തപ്പോഴും അവൾ ക്ഷമിച്ചതാണ്. പിന്നെയും അത് അവൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയില്ലയോ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ, അവളിനി തിരിച്ചങ്ങോട്ട് വരത്തില്ലെന്നോ പറയുന്നതെന്ന് പറയും. ആന്നോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോട് സംസാരിച്ച് നോക്കാം, അച്ഛൻ വന്ന് വിളിച്ച അമ്മ വരുമെന്ന് പറയും. മുന്നേ അവൾക്ക് നിന്നെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞായിരുന്നു ശാഠ്യം, ഇപ്പോൾ അവൾക്ക് ശ്രുതി അങ്ങോട്ട് തിരിച്ചു കൊണ്ട് വരരുതെന്നാന്ന് പറയും. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി പെട്ടത്തോളെന്ന് രേവതി പറയുന്നുണ്ട്. അല്ല ആൻറ്റി, അമ്മ എന്തെങ്കിലും ഫുഡ് വല്ലതും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല, നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാനിപ്പോൾ ഒരു കോഫി ഇട്ടുകൊണ്ട് കൊടുത്തു, അത് മാത്രമേ കുടിച്ചതെന്ന് പറയും. വരുന്ന സമയത്ത് എന്തൊരു ദേഷ്യമായിരുന്നു, എന്ത് പാടുവിട്ടെന്ന് ഞാൻ അവളുടെ ദേഷ്യം ഒന്ന് തണുപ്പിക്കാനെന്ന് പറയും. എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാം ആൻറ്റി, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. ശരിയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.